എന്തൊക്കെയാ ബാബു വർത്താനം? എന്തൊക്കെ നാട്ടിലൊന്നും പോണില്ലേ? കൊറേ ആയാലും ഇങ്ങോട്ട് വന്നു, കാരണം ഫാമിലി ഇങ്ങോട്ട് കൊടുന്ന് പിന്നെ ഇടക്കിടക്ക് പോവും, അല്ലെങ്കിൽ ഫാമിലി ഇങ്ങോട്ട് വരും. നാട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഒരു കാര്യത്തിൽ ഇവിടെ നിക്കൽ തന്നെയാണ് നല്ലത്. അതെ, ഞമ്മള് 1-2 മാസം നാട്ടിൽ പോയിരുന്ന ആളല്ലേ. എനിക്ക് നാട്ടിൽ പോയ വന്നപ്പോഴാണ് ഇപ്പൊ ഇവിടെ വെക്കലാണെന്ന് തോന്നിയത്. അതല്ലേ മാഷെ, ഞമ്മള് 5-6 മാസത്തിന് ലീവ് അടിച്ചിട്ടാണ് ഈ പ്രാവശ്യം പോയത്. പക്ഷെ ലീവ് അടിച്ചത് അവരോട് പറഞ്ഞിട്ടില്ല എത്ര മാസം നിക്കുന്നുള്ളത്. 1 മാസം 2 മാസം കഴിഞ്ഞപ്പം പെണ്ണുങ്ങൾ പറഞ്ഞ് പിന്നെ വെളുത്തുള്ളി നെല്ലിക്കാൻ കൊണ്ടിരിക്കുന്ന. അങ്ങനെ ഞാൻ വെളുത്തുള്ളി നെല്ലിക്കാൻ കൊടുന്നു കൊടുത്ത്. അപ്പൊ ഇത് എന്തിനാന്നുള്ള എനിക്കറിയില്ലല്ലോ. അപ്പൊ ഇവള് പറഞ്ഞ അച്ചാറിടാൻ വേണ്ടിട്ടാണ്, കാരണം ഇത് പൗരാണല്ലോ. അപ്പൊ സംഭവം അതല്ല. ഇത് നിങ്ങൾക്ക് പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാന്നുള്ള നമ്മൾ ഓർമ്മിപ്പിക്കാൻ, നിങ്ങൾ തിരിച്ചു പോകാനുള്ള ആളാണെന്നുള്ളത്. അതെ അതെ, 2 മാസം കഴിഞ്ഞപ്പോ പോയില്ലെന്നുള്ള സംശയം. അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞിട്ട് ഈ പറയാതെ ചോദിക്കാതെ പറയാന്നൊക്കെ പറയും. നാട്ടേക്ക് പണിയൊന്നുമില്ല. കാരണം എന്താണ്, എന്നാ വന്ന് കണ്ട അപ്പൊ ചോദിക്കും എന്നാ വന്ന് എന്നാ പോകും, അല്ലെങ്കിൽ ചോദിക്കുക എല്ലാം അധികം ലീവ് ഉണ്ടാ. പിന്നെ ഒരു ചോദ്യം അതാണ്, എന്താണ് പോണത് എന്നാന്ന് ചോദിക്കാതിരിക്കാന്. അത് പോട്ടെ, വീട്ടുകാരെ കഥ ഒന്നും ആലോചിച്ച് നോക്ക. എന്നാ പോയാ നീ പോണ ഡേറ്റ് അറിയാനേ. ഇത് അച്ചാറിട്ടൊക്കെ ഉണ്ടേ. അച്ചാർ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ആയാലും പിന്നെ നെല്ലിക്കായാലും പൊതിരണല്ലോ. അപ്പൊ അതാണ്. അപ്പൊ മൂപ്പര് അതിൽ കൂടെ തോണ്ടുന്നത്. ഇനി പോണ്ടോ ഇല്ലോന്ന് അറിയാൻ വേണ്ടിട്ടേ നമ്മളാച്ച സസ്പെൻസ് ആയിട്ട് 6 മാസം അടിച്ചിരിക്കുന്നു. സാധനം നിക്കലില്ലല്ലോ. 2 മാസം കൂടി കഴിഞ്ഞപ്പോ അവർക്കൊരു പേടി, പോയില്ലേ. അതാണ് സംഗതി. അതാണ് ഫിറോസ് ഭായിനോട് പറഞ്ഞത്. ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ 3 മാസം കഴിഞ്ഞാലും ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലല്ലോ നമ്മൾ ചോദിക്കൂലല്ലോ. പിന്നെ വേറെ കാര്യം പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ വെറുതെ പറയാണ്. പെൺബുദ്ധി പെൺബുദ്ധിയാണ്. ആളുകൾ നോക്കിയാണ് അച്ചാറിടെ 2 മാസം കഴിഞ്ഞിട്ട് പോകാത്ത ഒരാളെ പോകില്ലെന്ന് അറിയാനും വേണ്ടിയിട്ടാണല്ലോ ഇത് എന്താക്കണത്. ഇനി അച്ചാറിടാനാണ് എത്ര തോന്നെന്നൊക്കെ ചോദിക്കണതേ. എന്തായാലും നമ്മളിവിടെ തന്നെ. അല്ല, വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് ആർക്കായാലും വേണ്ട എന്താ പറയാ, ഇവിടെ നിന്നുള്ള പൈസയാണ് വേണ്ടത്. ഇവിടെ ചെന്നിട്ട് 1-2 മാസം നിക്ക, പിന്നെ ഓൽക്ക് ഇങ്ങോട്ട് പോരാ. പിന്നെ നമ്മളിവിടെ ചെന്ന് നിക്കുമ്പോ ഓൽക്ക് ആ സുഖം ഒന്നും കിട്ടൂല. ഇവിടുന്ന് ആ പൈസ വേറൊന്നും കൂടി ഉണ്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെലവാക്കല് നമ്മളാണ്. അവരെ കയ്യിൽ നിന്ന് പോയല്ലോ. അതെ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ചെലവാക്കലാണ്. ഇത് നിശ്ചിതമാണ് പറയുമ്പോ നമ്മളവിടെ അയച്ചു കൊടുക്കും. അപ്പൊ അവരെത്ര പറഞ്ഞാലും നമ്മള് നിശ്ചിതമാണല്ലോ അയച്ചു കൊടുക്കല്. പിന്നെ അവരെ എന്താ കൈകർത്തിയാണ് സംഗതി. അതെ അതെ. ഇപ്പൊ നമ്മള് സേതൽ വ്യാക്ക ഉണ്ടല്ലോ, സേതൽ വ്യാക്ക നാട്ടിൽ പോയിട്ട് ചെറുക്കനായിട്ട് പെരയിൽ നിന്ന് ചെറുക്കൻ മൂപ്പരോട് ഒരു ദിവസം മുഖത്ത് നോക്കി പറയാനല്ലോ, നിങ്ങൾ വന്നതിന് ശേഷം ഉമ്മാനോട് വരെ 5 ഉറുപ്പ്യ കിട്ടണില്ല, നിങ്ങൾ അവിടെ പോയി കാണുന്നുണ്ടെങ്കിൽ അമ്മക്ക് വേണ്ട പൈസ ഉമ്മ തന്നീനി, നിങ്ങൾ എന്തിനു പോന്നാൻ കിട്ടുന്നൊക്കെയാണ്. ആ കുട്ടികളെ പോറ്റാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ വയസ്സുകാലത്ത് ഇവിടെ പണി. അതാ പറഞ്ഞു. എന്നിട്ട് അയാൾ ഇവിടെ വന്നിട്ട് കാര്യമാണ് ഈ മക്കളെ ദൂർത്തുകൊണ്ടേ. അതായത് മക്കള് ചോദിക്കുമ്പോ ഉമ്മാര് എടുത്തു കൊടുക്കാണ്. അപ്പൊ ആ ചെറുക്കൻ പിന്നെ ഒരു പ്രാവശ്യം ചോദിക്കാണല്ലോ, ഉമ്മാനോട് വരെ 5 ഉറുപ്പ്യ കിട്ടാതെ നിങ്ങൾ ഇവിടെ നിക്കണോണ്ട് അയാൾ കരഞ്ഞു പറയാം. എന്താ ചെയ്യാ. അപ്പൊ നമ്മക്ക് ഇവിടെ എന്താ പറയാ, നമ്മക്ക് ഇങ്ങനൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടേ. ഈ അല്ലെങ്കിൽ ഈ പ്രവാസികൾക്കുള്ള എൻജോയ്മെന്റ് ഇവിടെ ഉള്ള ഈ കൂട്ടുകെട്ടു തന്നെ ഉള്ളു കേട്ടോ. നാട്ടിലെത്തിണ്ടെങ്കിൽ പിന്നെ ആർക്കും വേണ്ടത്. അതെ, നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം. എന്നാ നമ്മള് ചെയ്ത പോലത്തെ ഒരു പരിപാടി ഒന്ന് ഉസാറാക്കണം. അപ്പൊ എന്താന്നറിയ, ഈ വന്നതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ അലിഞ്ഞാണ്ട് പോകും. അതെ, നമുക്ക് ചെയ്യാം. എന്നാ സമയം വൈകില്ലേ, എന്നാ പോവാ. അല്ലെ, എന്നാ ശരി. ഓക്കെ.